നമസ്കാരം. പ്രധാന വാർത്തകൾ. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ കൊച്ചി കോർപ്പറേഷൻ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്ന റിമാൻഡിൽ. തൃശൂർ വിജിലൻസ് കോടതി ജഡ്ജി ജി അനിലാണ് 14 ദിവസത്തേക്ക് സ്വപ്നയെ റിമാൻഡ് ചെയ്തത്. കൈക്കൂലി കേസിൽ ഇന്നലെയാണ് കൊച്ചി സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ വിജിലൻസ് പിടികൂടുന്നത്. സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നതിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിൽ സ്വപ്ന നൽകിയ മുഴുവൻ ബിൽഡിംഗ് പെർമിറ്റ് രേഖകളും വിജിലൻസ് റെയ്ഡിലൂടെ പിടിച്ചെടുത്തു. 2 വർഷമായി വൈറ്റില സോണൽ ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിരുന്ന സ്വപ്ന 2019 തൃശൂർ കോർപ്പറേഷൻ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. സ്ഥലം മാറ്റത്തിൽ 2023 കൊച്ചി കോർപ്പറേഷൻ വൈറ്റിലയിലെ സോണൽ ഓഫീസിലെത്തി. പുഞ്ചക്കൊല്ലിയിൽ വീണ്ടും കാട്ടാന ആക്രമണം, ഒരാൾക്ക് പരിക്ക്. മലപ്പുറം വഴിക്കടവ് പുഞ്ചക്കൊല്ലിയിലുള്ള ആദിവാസി നഗറിലെ നെടുമുടി എന്നയാളെയാണ് കാട്ടാന ആക്രമിച്ചത്. വനത്തിനകത്തുള്ള പ്രദേശത്ത് വെച്ചായിരുന്നു ഇന്ന് വൈകിട്ടോടെ ആക്രമണമുണ്ടായത്. ഇയാളുടെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത്. ആദിവാസി നഗറിലെ ഏറ്റവും അവസാന ഭാഗത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്. വീട്ടിലേക്ക് നടക്കുന്നതിനിടെയാണ് കാട്ടാനയുടെ ചവിട്ടേക്കുന്നത്. പരിക്കേറ്റ ചടയനെ നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. PV അൻവറിനെ കൊൽക്കത്തയിലേക്ക് വിളിപ്പിച്ച മമതാ ബാനർജി. ഈ മാസം 3 കൂടിക്കാഴ്ച. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശന ചർച്ചകൾക്കിടെയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇടപെടൽ. മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് വെച്ചായിരിക്കും കൂടിക്കാഴ്ച. നിർണായക വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, സംഘടനാപരമായി കേരളത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ട്. അമ്മൂമ്മയോടൊപ്പം നടന്നു പോവുകയായിരുന്ന 3 വയസ്സുകാരി കാറിടിച്ചു മരിച്ചു. കണ്ണൂർ പയ്യാവൂർ ചവതച്ചാലിലാണ് അപകടമുണ്ടായത്. മലയോര ഹൈവേയിൽ വൈകിട്ട് 6 മണിയോടെയാണ് അപകടത്തിൽ നോറ എന്ന 3 വയസ്സുകാരി കൊല്ലപ്പെട്ടത്. അമിത വേഗത്തിലെത്തി നിയന്ത്രണം വിട്ട കാർ കുട്ടിയെയും അമ്മൂമ്മയെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ അമ്മൂമ്മ ഷിജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വിദേശത്താണ്. പ്രധാനമന്ത്രി കടന്നുപോയ പാതയിൽ വെളിച്ചമില്ല. KSEB ഓഫീസിൽ BJP പ്രവർത്തകരുടെ മാർച്ച്. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നുപോയ പാതയിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ BJPയുടെ പ്രതിഷേധം. വെള്ളയമ്പലത്തെ KSEB ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിൽ BJP സ്വീകരണം ഒരുക്കിയ വെള്ളയമ്പലം ജംഗ്ഷനിലെ തെരുവ് വിളക്കുകൾ പ്രവർത്തിച്ചിരുന്നില്ല. ഇത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് ആരോപണം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി വെള്ളയമ്പലം ഭാഗത്തുള്ള തെരുവ് വിളക്കുകൾ പലതും പ്രകാശിച്ചിരുന്നില്ല. പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നുവെന്നറിഞ്ഞിട്ടും നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടലും നടത്തിയിരുന്നില്ല. അതിനിടയിലാണ് ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് BJP കൗൺസിലർമാരും നേതാക്കളും അടക്കമുള്ളവർ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും വെള്ളയമ്പലം ഭാഗത്തുണ്ടായി. പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയതിനു ശേഷമായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. എത്രയും വേഗം തെരുവുവിളക്കുകൾ പുനഃസ്ഥാപിക്കാമെന്ന KSEBയുടെ ഉറപ്പ് ലഭിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്.